പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഞാൻ 2024 ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. 3 വർഷമായിട്ട് ഉടമ്പടിയിൽ തന്നെയാണ്. ഉടമ്പടി തൈലം എൻ്റെ പേര് കൃപ എന്നാണ്, കൃപ റോസ്. വരുന്നത് പഴങ്ങനാട് സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചിൽ നിന്ന് ഇടവക. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജാനുവരി 2024 അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് 3 വർഷമായിട്ടും. ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു അനുഗ്രഹമാണ് എൻ്റെ മകന്. ഇപ്പോൾ 2.5 വയസ്സുള്ള മകൻ 1.5 വയസ്സിൽ അവന് ടെസ്റ്റീസിൽ വെള്ളം കെട്ട് വരികയും സ്കാനിങ്ങിൽ അത് കണ്ടുപിടിക്കുകയും ബലൂൺ വീർത്ത പോലെയായിരുന്നു. റെഡിഷ് കളറിൽ ബലൂൺ വീർത്ത പോലെ ഇരിക്കും. അപ്പം ഡൈപ്പർ ഇടുമ്പോഴാണെങ്കിലും കുഞ്ഞിനെ നമ്മൾ എടുത്ത് ഒക്കത്ത് വെക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് വേറെ ഇറിറ്റേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് വേറെ നമുക്കൊന്നും ചെയ്യാനില്ല, 3 വയസ്സ് കഴിയുമ്പോൾ ഒരു സർജറി ചെയ്യാം, അത് വേറെ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കായിരുന്നു. 6 മാസത്തോളം അതങ്ങനെ പോയി, ഒരു കുറവും കണ്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മെയ്യിൽ ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ സ്കാൻ റിപ്പോർട്ടും കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് തൊട്ട് പ്രാർത്ഥിച്ചു. സർജറിയോ കാര്യങ്ങളോ ഒന്നും കൂടാതെ എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു. മെയ് 24 കഴിഞ്ഞ വർഷം വരുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ അത് പെട്ടെന്ന് തന്നെ പഴയ പൂർവ്വസ്ഥിതി തന്നെ ആവുകയും യാതൊരു കുഴപ്പം കൂടാതെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഒരു കുഴപ്പം എൻ്റെ കുഞ്ഞിനില്ല. ഡോക്ടറെ കാണിച്ചിരുന്നു, ഒന്നും തന്നെ ചെയ്യാനില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നീട് അടുത്ത സാക്ഷ്യം, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കോവിഡ് കാലം തൊട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിസിനസ്സായിരുന്നു, മുട്ടയുടെ സെയിലായിരുന്നു. കോവിഡ് സമയത്ത് നമുക്ക് എല്ലാ രീതിയിലും ഹോട്ടൽസും ബാറും എല്ലാം അടച്ച വഴി നമുക്ക് സെയിൽ കുറഞ്ഞു. പപ്പയ്ക്ക് വയ്യാതെയായി. അപ്പം നമുക്ക് വരവിനേക്കാളും കൂടുതൽ ചിലവായി. അന്ന് തൊട്ട് പിന്നെ ഒരു സ്ഥലത്തിൻ്റെ വിഷയം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു 3.5 സെൻറ്റ് സ്ഥലം പോക്കുവരത്തിൻ്റെ സമയത്ത് നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ അത് നഷ്ടമാവുകയും അത് എവിടെയാണ് പോയതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറേ പൈസ ചിലവായി. അപ്പോൾ അങ്ങനെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അന്ന് തുടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഡിസംബറിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്താണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എഴുതിയത് ഇങ്ങനെയാണ്: എൻ്റെ ഹസ്ബൻഡിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം മാറ്റി എനിക്കൊരു സ്ഥിര വരുമാനമാക്കി തരണം, അത് എന്തൊക്കെയാണെന്നുള്ളത് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് വെളിപ്പെട്ട് കിട്ടി, ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ബിസിനസ് നിർത്തിയിട്ട് വിദേശത്തേക്ക് പോകാനായിട്ട് നോക്കി. അതും നടന്നില്ല. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി, മുട്ട കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന വണ്ടി നമ്മുടെ വിൽക്കാനായിട്ട് വിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും തുടങ്ങാം എന്ന് വിചാരിച്ചു. അത് സെയിൽ ചെയ്യാൻ ആൾക്കാരിങ്ങനെ നോക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തോന്നാണ് ഒരു കുറച്ച് ദിവസം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വണ്ടിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം. ഞാൻ 4 സൈഡും വണ്ടിയുടെ കുരിശ് വരച്ചിട്ട് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനിങ്ങനെ പ്രായമായ അമ്മയുണ്ട്, അമ്മേനെ നോക്കാനുള്ള വരുമാനം, 3 മക്കളെ ദൈവം നൽകി. ആ മക്കളെ നോക്കാനായിട്ടും ഞങ്ങൾ വേറൊരാളുടെ കൈ നീട്ടാൻ വരാതെ ഒരു വരുമാന മാർഗ്ഗം ഞങ്ങൾക്ക് ഈ വണ്ടിയിൽ നിന്ന് തരണം, അല്ലെങ്കിൽ ഈ വണ്ടി വിൽക്കാനാണ് ദൈവഹിതമെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചോട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 7ാമത്തെ ദിവസം ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, ബൈബിൾ വായിച്ചിട്ട് പോയി പ്രാർത്ഥിക്കും. 7ാമത്തെ ദിവസം ഇങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ ഇങ്ങനെ കണ്ടു, ഉപ്പിട്ട് കഴിഞ്ഞാൽ വണ്ടി തുരുമ്പിടില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കാണാതെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അളിയൻ വന്നിട്ട് പറയാണ്, നമുക്ക് വഴിയോര കച്ചവടം ചെയ്യാം, പതിയെ നമുക്കൊരു കട തുടങ്ങാം, അപ്പോൾ അതിൽ നമുക്ക് വരുമാനം നല്ലപോലെ കിട്ടും എന്ന് പ്ലാൻ ഇടുകയും വണ്ടി പൊളിച്ച് നമ്മൾ വഴിയോര കച്ചവടത്തിൻ്റെ ലെവലിലേക്ക് വണ്ടീനെ മാറ്റി പണിത്. അങ്ങനെ നമ്മൾ കടയിൽ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. തൃപ്പൂണിത്തറ പടിവാരമൊക്കെ നമ്മൾ കട നോക്കി, അത് കിട്ടിയില്ല. പിന്നെ സ്ഥലം വിൽക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കെയ്ഡ്രേൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം അത് വിൽക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ ഞങ്ങൾ ഉപ്പിട്ട് ഇവിടുത്തെ മണ്ണ് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടെ ഫുള്ളും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആ മാസം തന്നെ നമുക്ക് 4 വർഷമായിട്ട് വരാതിരുന്ന ആ സ്ഥലത്ത് അതിൻ്റെ ഒരു ബ്രോക്കർ വരെയും നമുക്കത് സെയിലാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പകുതിയോളം അതിൽ നിന്ന് മാറി. നമുക്കൊരു ടെൻഷൻ അടിക്കാൻ എനിക്ക് മാതാവ് ഇടവരുത്തിയില്ല. ഇതെല്ലാം ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എല്ലാം തന്നെ സംഭവിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ വഴിയോര കച്ചവടം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലത്ത് പോയി തണ്ണിമത്തങ്ങ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് വഴിയിലിട്ടിട്ട് വിൽക്കാൻ തുടങ്ങി. അത് 2 ആഴ്ച നമ്മൾ വിറ്റ് കഴിഞ്ഞപ്പം ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നല്ല തണ്ണിമത്തങ്ങയായിരുന്നു, എൻ്റെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, മോൻ അവിടെ കട തുടങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം ഈ ചേട്ടൻ തന്നെ ഇതുപോലെ തന്നെ തണ്ണിമത്തങ്ങ വാങ്ങിച്ചു വീണ്ടും ഇതന്നെ പറയണം. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു ചേട്ടൻ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്ക് ദൈവഹിത എന്ന് പറയാം, പക്ഷേ ചേട്ടൻ്റെ കാര്യം ആയതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡ് പറയായിരുന്നു, അച്ഛൻ്റെ ടോക്ക് കേൾക്കായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ചേട്ടൻ വരുന്നതും ഇങ്ങനെ ചോദിക്കണതും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ധൈര്യമായിട്ട് പോയി നോക്ക്, സ്ഥലം എങ്ങനെയുണ്ട് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥലം നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് നേരെ ഓപ്പോസിറ്റ് കാക്കനാട് തൃപ്പൂണിത്തറ കോലഞ്ചേരി റൂട്ടിൽ ബസ് സ്റ്റോപ്പുള്ള നല്ല അടിപൊളി സ്ഥലത്താണ് ഈ സ്ഥലം കിടക്കുന്നത്. ഷോപ്പോ കാര്യങ്ങളൊന്നുമില്ല, എങ്ങനെ തുടങ്ങുന്നു എന്ത് ചെയ്യുന്നു ഒന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അവർ ഓക്കെ പറയാണ്, നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഏരിയ, അഫോർഡബിൾ ആയിട്ടുള്ള വാടകയും അതിൻ്റെ അനുസരിച്ചുള്ള അഡ്വാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. കുറേ ഞങ്ങൾ ഓടി, കാരണം പേപ്പർ വർക്ക്, പഞ്ചായത്തിൽ കുറേ ഇഷ്യൂസ്, കുറേ MLA തുടങ്ങി ഡിസ്ട്രിക്ട് കളക്ടർ വരെ നമുക്കതിനെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ പേപ്പർ വർക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റിയത്. പക്ഷേ ഒന്നും, എല്ലാം ഈ കഴിഞ്ഞ ഒരു വർഷം 2025 വർഷത്തിനുള്ളിൽ നമുക്കിതെല്ലാം ഞങ്ങൾ രണ്ടുപേരും അതിന് ശേഷം വന്ന് ഉടമ്പടി പുതുക്കി, ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു, ഞങ്ങൾ പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവർത്തനം എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി. ഒക്ടോബർ 1 ഞങ്ങളുടെ കട വെഞ്ചരിച്ചു. ഞങ്ങൾ കട തുടങ്ങിയിട്ട് ഇപ്പോൾ 8 മാസമായി. നല്ല രീതിയിൽ പോകുന്നു, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ ഞങ്ങളുടെ കട പോകുന്നു. ഞങ്ങൾക്കൊരു വരുമാനത്തിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ എൻ്റെ മാതാവ് ഞങ്ങളുടെ കാര്യങ്ങൾ നല്ലപോലെ നടത്തി തരുന്നു, ഇനിയും നടത്തി തരുന്നു, പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഉടമ്പടി ആയിരിക്കുന്ന കാലം തൊട്ട് ആലുവ ഭക്ഷണം ഉണ്ടാക്കി, ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗങ്ങളിലെല്ലാം കൊണ്ടു കൊടുക്കും. ഞങ്ങൾ വണ്ടിക്ക് കൊണ്ടു കൊടുക്കും. ഒപ്പം അവിടെ ഒരു ചൂണ്ടിക്ക് ഞങ്ങളുടെ കണ്ണില്ലാത്ത കുറച്ച് ചേച്ചിമാരുടെ ഒരു ഹോമുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ ആദ്യം സാമ്പത്തികമായിട്ടാണ് പൈസയാണ് കൊടുത്തത്. ഇപ്പോൾ കട തുടങ്ങിയതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പോൾ വിധവയായിട്ടുള്ള ചേച്ചിമാർക്ക് അങ്ങനെ 1-2 വട്ടം ഞങ്ങൾക്ക് സഹായിക്കാൻ എല്ലാ മാസവും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് അങ്ങനെ സഹായിക്കാനായിട്ട് കിട്ടാറുണ്ട്. കടയിൽ ഇപ്പോൾ കുറേ പേര് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതുവഴി നമ്മൾ അതും ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും നല്ല രീതിയിൽ നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു. പ്രാർത്ഥനയാണെങ്കിലും ബൈബിൾ വായിക്കാത്തൊരു ദിവസമില്ല. കുർബാന മാത്രമാണ് കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് പരിധിക്കുള്ളിലാണ് ഞങ്ങൾ കുർബാന അർപ്പിക്കാൻ പോകാറുള്ളൂ. എന്നാലും മുടക്കാറില്ല, കുമ്പസാരം മുടക്കാറില്ല. ജപമാലയും ബൈബിളിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്. കാരണം വചനം പഠിക്കാൻ ഇപ്പം എന്നും കിട്ടുന്ന ഒരു വചനമാണ് പ്രഭാഷണം 11:21, കർത്താവ് ശരണം വെച്ച് നീ നിൻ്റെ ജോലി ചെയ്യുക, ദരിദ്രനെ സമ്പന്നാക്കാൻ കർത്താവിന് ഒരു ദിവസം മതി. ഞാൻ കടയിൽ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വചനം പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഓരോ പണികളും കടയിൽ ചെയ്യാറുള്ളത്. നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോകുന്നു. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് നന്ദി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. കൃപാരോസ് തൻ്റെ കുടുംബത്തോടൊപ്പം ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചതിനെക്കുറിച്ചും അവർക്ക് വളരെ പെട്ടെന്ന് മകന് സൗഖ്യം നൽകിയതിനെക്കുറിച്ചും അവരുടെ സങ്കടങ്ങളെല്ലാം എടുത്തുമാറ്റി വിശ്വാസത്തിലേക്ക് വരുവാനും വിശ്വാസം പ്രഖ്യാപിക്കുവാനും അവർക്ക് സാധിക്കുന്നതിൻ്റെ ഒരു വലിയ നന്ദി പ്രകാശനമാണ് ഈ അൾത്താരയിൽ അവർ കാഴ്ചവെക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് തന്നെ നോട്ട് ബൈ മെറിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മകൻ്റെ ടെസ്റ്റീസിൽ ഇങ്ങനെ ഫ്ലൂയിഡ് നിറയുന്ന ഒരു അസുഖം, ഡോക്ടേഴ്സ് പറഞ്ഞത് 3 വയസ്സ് കഴിയാതെ കുഞ്ഞിന് സർജറി പോലും ചെയ്യാൻ സാധിക്കുകയില്ല. വളരെ സങ്കടത്തിലാണ് കൃപ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി തൈലം പൂശി എപ്പോഴും കൃത്യമായി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞിന് സൗഖ്യപ്പെട്ടതായിട്ടാണ് അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ അവരുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, ജീവിതത്തിൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കണമെന്നെല്ലാം ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഒരു വലിയ ഐഡിയ ഈ മകൾക്ക് നൽകുന്നത്. നിങ്ങൾ വഴിയോരത്തൊരു കച്ചവടം തുടങ്ങുക. ആ ഒരു ചെറിയ കച്ചവടം തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന സാധ്യതകളെക്കുറിച്ച് കൃപ ഇവിടെ ഏറ്റുപറയുകയുണ്ടായി. അവരുടെ സ്ഥലം വിൽക്കാനും പുതിയൊരു സ്ഥലം വാങ്ങാനും അവിടെ അവരുടെ ഈ ഫ്രൂട്ട്സിൻ്റെ തണ്ണിമത്തങ്ങയുടെ ഒരു വലിയ വിൽപ്പനയും സാധ്യതകളും എല്ലാം അവരെവിടെയെല്ലാം ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയോട് എപ്പോഴും അഭിപ്രായം ചോദിച്ച് ഈശോയുടെ ഡിസിഷനാണ് അവരെടുത്തിരുന്നത്. ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈശോയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയെ എപ്പോഴെല്ലാം നാം ഏറ്റുപറയുന്നുവോ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നമ്മെ ഏറ്റുപറയുന്നതിൻ്റെ ഒരു വലിയ അടയാളമായി ഈ സാക്ഷ്യത്തെ നമുക്ക് കാണാം. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോട് നന്ദി പറയാം. ജീവിതത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നവരെ, അതുപോലെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരെ, വഴിവിട്ട ജീവിതങ്ങളുള്ളവരെ എല്ലാവരെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവരുടെ എല്ലാ സങ്കടങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും
അനുഗ്രഹങ്ങൾക്കും കൃപാറോസിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.